ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ എപ്പോ തിരിച്ചടിക്കും? പല ആവേശ സംഖികളും ഇത് അമ്പലപ്പറമ്പിലെ ഒരു തമ്മിൽ തല്ലാണ് എന്ന് കരുതിക്കൊണ്ട് തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോയ്ക്ക് താഴെയും അത്തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. നമ്മുടെ വീഡിയോ നല്ലപോലെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ട് കൂടെ നിങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇതുവരെ ഇന്ത്യ തിരിച്ചടി തുടങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് വലിയ ആവേശം കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഇന്ത്യ എപ്പോ തിരിച്ചടിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു സ്ഥലത്ത് മുന്നേറുമ്പോൾ ഇന്നലെ കൂടെ നമ്മുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് പറഞ്ഞതേ ഉള്ളൂ, സൈനികപരമായിട്ടുള്ള ഒരു മാരക പ്രഹരം പാകിസ്ഥാന് ഞങ്ങൾ കൊടുത്തിരിക്കും എന്നാണ് കൃത്യമായിട്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അപ്പൊ തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിന് എന്ന് എപ്പോൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മുടെ രാജ്യത്തെ വളരെ വിവരമുള്ള പരിണിത പ്രജ്ഞരായിട്ടുള്ള ജേർണലിസ്റ്റുകളെല്ലാം ഇന്ത്യയുടെ നീക്കത്തെ കൃത്യമായി നിരീക്ഷിച്ച് വിലയിരുത്തി അവരുടെ ടേക്കുകൾ ഓരോ ദിവസവും പറയുന്നുണ്ട്. അവർ പറയുന്നത് വെച്ച് പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യം വളരെ ഗംഭീരമായിട്ടാണ് തിരിച്ചടിക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ നടക്കുന്ന മുന്നൊരുക്കങ്ങളാണ്. ആ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേവി, ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ഭയപ്പെടുന്നത് നമ്മുടെ നേവിയാണ്. നേവി അവരെ വളഞ്ഞു കഴിഞ്ഞു. പോരാത്തതിന് നമ്മുടെ ആർമി കൃത്യമായിട്ട് അവർക്ക് താക്കീത് കൊടുത്ത് അവരെ വളഞ്ഞു കഴിഞ്ഞു. നമ്മുടെ എയർഫോഴ്സ് ഈ നമ്മുടെ ഗംഗ എക്സ്പ്രസിലൊക്കെ വലിയ രീതിയിലുള്ള യുദ്ധ പരിശീലനങ്ങളും പറക്കലുകളും ഒക്കെ നടത്തി പാകിസ്ഥാനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ ഒരിക്കലും ഇന്ത്യ അത് യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിക്കില്ല എന്നുള്ളത് കൃത്യമായിട്ട് പല ഇൻസ്റ്റൻസുകളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം യുദ്ധത്തിലേക്ക് പോകണമെങ്കിൽ ഇതിനു മുമ്പ് എന്തോരം വിഷയങ്ങൾ ഇന്ത്യക്ക് യുദ്ധത്തിലേക്ക് പോകാനുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. 2001 ഇന്ത്യയിലെ പാർലമെന്റ് അറ്റാക്ക് ചെയ്തു. അത് 100 കിലോഗ്രാം RDX കൊണ്ടാണ് അന്ന് യവന്മാര് വന്നത് പാർലമെന്റ് അറ്റാക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇന്ത്യ യുദ്ധത്തിന് പോയില്ലല്ലോ. അതിനുശേഷം നമ്മുടെ താജ് അറ്റാക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ യുദ്ധത്തിന് പോയിട്ടില്ലല്ലോ. നമ്മൾ യുദ്ധത്തിന് 1999 പോയതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സൈനികർ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഒരു ഭാഗം പിടിച്ചെടുത്തു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ യുദ്ധത്തിന് പോയത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആ പ്രസംഗം ഡിസക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത്, പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു വാക്ക് പ്രധാനമന്ത്രി പറയുന്നില്ല. പാകിസ്ഥാനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, പാകിസ്ഥാൻ ഞങ്ങൾ പിടിച്ചടക്കും, പാകിസ്ഥാനെ തകർക്കുമെന്ന് പറയുന്നില്ല. ഭീകരവാദികൾ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. ഭീകരവാദികളെ ഞങ്ങൾ ഏതറ്റം വരെ പോയാലും തുരത്തി അടിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ ഭീകരവാദികൾ എന്ന് പറയുമ്പോൾ ആരാണ്? അത് ലഷ്കർ ഇ തൊയ്ബയാണ്. ലഷ്കർ ഇ തൊയ്ബയുടെ നിഴൽ സംഘടനയായിട്ടുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലഷ്കർ ഇ തൊയ്ബയെ പൂർണ്ണമായിട്ടും തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നുള്ളത് സുവ്യക്തമാണ്. ഈ ലഷ്കർ ഇ തൊയ്ബയെ പൂർണ്ണമായിട്ടും തകർക്കണമെന്ന് പറയുമ്പോൾ ഇതിന്റെ തലവനായിട്ടുള്ള ഹാഫിസ് സെയ്ദ്, ഈ ഹാഫിസ് സെയ്ദിന് $1 കോടി അമേരിക്ക തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത്. ഈ ഹാഫിസ് സെയ്ദ് ഇപ്പോൾ ലാഹോറിൽ സുഭിക്ഷമായി ഉണ്ടും ഉറങ്ങിയും പാകിസ്ഥാന്റെ സൂപ്പർ സെക്യൂരിറ്റിയിൽ കഴിയുകയാണ്. ആ ഹാഫിസ് സെയ്ദിനെ നമുക്കറിയാം, നമ്മുടെ ഒസാമ ബിൻ ലാദനെ പിടിക്കാനായിട്ട് പാകിസ്ഥാൻ അബോട്ടാബാദിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തി. കൃത്യമായി അവിടെ സിവിലിയൻസിനെ ഒന്നും തൊടാതെ അവിടെ പറന്നിറങ്ങി ഒസാമ ബിൻ ലാദന്റെ വീട് റെയ്ഡ് ചെയ്തു. സകല ഭീകരവാദികളെയും തീർത്ത് ഒസാമാബാദിനെ കൊല വിളിച്ച് നേരെ അറബിക്കടലിൽ കൊണ്ട് താഴ്ത്തുകയാണ് ചെയ്തത്. സമാനമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ലാഹോറിൽ നടത്താനാണോ ഇന്ത്യയുടെ പദ്ധതി എന്നുള്ളതാണ് എന്റെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. പക്ഷേ മറ്റേത് അമേരിക്കയാണ്. അമേരിക്ക ചെയ്താൽ പാകിസ്ഥാന് വലിയ ക്ഷീണമില്ല. പക്ഷെ ഇന്ത്യ ലാഹോറിൽ ഇറങ്ങി ഹാഫിസ് സെയ്ദിനെ പിടിച്ചുകൊണ്ട് പോയാൽ പാകിസ്ഥാൻ ചിലപ്പോൾ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയേക്കും. അപ്പൊ അതിനുള്ളൊരു തയ്യാറെടുപ്പിനുള്ളൊരു സമയം കൂടെ നമുക്ക് വേണ്ടേ? അപ്പൊ അതിനുള്ളൊരു മുന്നൊരുക്കമാണോ ഇപ്പൊ നടക്കുന്നത് എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. മറുപടി. ഒരു 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇന്ത്യ എന്ന് തിരിച്ചടിക്കുന്ന ഒരു ചോദ്യം ആരും ചോദിക്കില്ലായിരുന്നു. കാരണം നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ അതായിരുന്നു. മുംബൈ ഭീകരാക്രമണം നടന്നു, പാർലമെന്റ് ആക്രമണം നടന്നു. അന്നൊക്കെ നമ്മുടെ ഇവിടെ പ്രധാനമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചടിക്കാൻ പോയിട്ട് അങ്ങനെ സൂചന പോലും നമ്മൾ നൽകിയിട്ടില്ല. ഒരു ഓളം പോലും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതൊന്നും ആരും ചോദിക്കാതെ ചോദ്യം, എന്തുകൊണ്ട് 10 വർഷത്തിനകം ഈ 10 വർഷത്തിനകം അകത്ത് നടക്കുന്ന ചെറുതും വലുതുമായ കാശ്മീർ ഭീകരാക്രമണത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ജനം ചോദിക്കുന്നു, അവന് കൊടുക്കേണ്ട അടി തിരിച്ചെപ്പോഴടിക്കും എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി, അജിത് ഡോവൽ കൂട്ടുകെട്ടിന്റെ ഒരു വലിയ വിജയം തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ഇസ്രായേൽ പോലെ ഭീകരവാദികളെ അതിർത്തി കടന്ന് അടിക്കുന്ന ഒരു രാജ്യമായി മാറി, അല്ലെങ്കിൽ ഒരു മികച്ച ഭരണാധികാരിയായി മോദി മാറി. അതിന് ചെറിയ ഒരു പണിയൊന്നുമല്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും എടുത്തിരിക്കുന്നത്. ലോകമെമ്പാടും നയതന്ത്ര ബന്ധം ശക്തമാക്കുക മാത്രമല്ല ചെയ്തത്,
ഈ എവിടെയാണോ നമ്മുടെ ശത്രുവിന്റെ ദൗർബല്യമുള്ളത് അതിനെ നന്നായി ഇന്ത്യ ഉപയോഗപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. ഞാൻ കൃത്യമായി പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉൾപ്പെടെ ഡൗൺ ആയിപ്പോയി. അവർക്ക് വലിയ അറ്റാക്ക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അവർ ഡൗൺ ആയി നിന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ താലിബാനും ഒക്കെ അവിടെ സ്ട്രോങ് ആയ സമയത്താണ് ഇവർ കുറെ ഡൗൺ ആയി പോയത്. അങ്ങനെ നിന്ന സമയത്ത് അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒരു സുപ്രഭാതത്തിൽ അത് വീണ്ടും കരുത്തോടെ ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അന്ന് പാക് മാധ്യമങ്ങൾ പറഞ്ഞത് അജിത് ഡോവൽ നേരിട്ട് ബലൂചിസ്ഥാനിൽ പോയിട്ടാണ് ഇതിന്റെ വേണ്ട മുന്നൊരുക്കം നടത്തിയത് എന്നാണ് പറഞ്ഞത്. അതിന് അത് എങ്ങനെ, അതെന്താണ് നമുക്കറിയില്ല. അത് പാകിസ്ഥാൻ മാധ്യമങ്ങളാണ് പറയുന്നത്, നമുക്കറിയില്ല. പക്ഷെ അത് എങ്ങനെയാണ് കരുത്താർജിച്ചത് എന്ന് ചോദിച്ചാൽ, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് തുടങ്ങി 8ഓളം സംഘടനകൾ അവിടെയുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, സ്വതന്ത്ര ബലൂചിസ്ഥാൻ തന്നെയാണ്. ഈ 8 സംഘടനകളെയും കൂടെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി. ആ കോർഡിനേഷന് വേണ്ട സഹായങ്ങൾ നൽകി. അപ്പോഴേക്കും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇന്ത്യ ഒഫീഷ്യലി എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് താലിബാൻ നമ്മൾ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ പോലും താലിബാനുള്ള ഫുഡും മരുന്നും അവരുമായിട്ടുള്ള ബാക്ക്ഡോർ സംഭാഷണങ്ങളൊക്കെ എല്ലാ മാസവും നമ്മൾ നടത്താറുണ്ട്. പിന്നീട് കാണുന്ന ഒരു കാഴ്ച, താലിബാൻ ഇതിനകത്ത് ചില ഗ്രൂപ്പുകളെ പിന്തുണച്ച് രംഗത്തെത്തുന്നു. അവർ ഓപ്പൺ ആയിട്ട് എത്തുന്നു. അവരെത്തുന്നതിന് മറ്റൊരു കാര്യം കൂടെ. അവരുടെ സ്വപ്നം, അതായത് താലിബാനെ അധികാരത്തിലേറ്റാൻ പാകിസ്ഥാന്റെ വലിയ സ്വപ്നം വെച്ചാൽ തങ്ങളുടെ അയൽവക്കത്ത് തങ്ങൾ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണം വരണമെന്നായിരുന്നു. പക്ഷെ താലിബാൻ കയറി കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി. പക്ഷെ താലിബാൻ ലക്ഷ്യമിടുന്നത് മറ്റൊന്നാണ്. കാരണം താലിബാനിൽ തന്നെ ഒരു ബ്രാഞ്ചായ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനിന്റെ അധികാരത്തിൽ വരണമെന്നാണ് താലിബാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നു. ഇവിടെയാണ് അഫ്ഗാനിസ്ഥാനോടുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നത്. അപ്പോൾ അവരുടെ ഒരു മിലിറ്റന്റ് സഹായം മാത്രവുമായിരുന്നില്ല, അവരുടെ ആ ഒരു ആയുധങ്ങൾ അടക്കം ഈ ബലൂച്ച് ലിബറേഷൻ ആർമിക്ക് നൽകുകയും വലിയ രീതിയിൽ തന്നെ അതിൽ പണം എത്തുകയും ഒക്കെ ചെയ്ത ഒരു വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബലൂചിസ്ഥാനികൾക്ക് പിന്തുണ എല്ലാ കാലവും നൽകി വന്ന ഒരു രാജ്യമാണ് ഇറാൻ. നമ്മൾ മിക്കവാറും ഒക്കെ വാർത്തകളിൽ കാണും ഇറാൻ ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാന്റെ അതിർത്തി കയറി അടിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ ഗോത്രവർഗ്ഗങ്ങളുണ്ട്. അത് ഇറാനിയൻ ഗോത്രവർഗ്ഗങ്ങളാണ്. ഇവരെല്ലാം തന്നെ അതിർത്തി സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നുമുണ്ട്. അത് മറ്റൊരു കാര്യം. ഇത് ആരുടെ ഭാഗമാണ് എന്ന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരും പിന്തുണയ്ക്കും. ഇതിനെ കത്തി ജ്വലിപ്പിച്ചെടുക്കാൻ ഒരുപക്ഷെ ഇന്ത്യയുടെ നയതന്ത്ര ഇല്ലെങ്കിൽ ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ശത്രുവിന്റെ ആ ഒരു വലിയ വാർഷിപ്പില് ഒരു വലിയ തുളയിടാനായിട്ട് ഇല്ലെങ്കിൽ ഒരു ദ്വാരം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്. അത് അകത്തു നിന്ന് ദുർബലമായി. ഇപ്പൊ നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പാണെങ്കിൽ പാകിസ്ഥാൻ ഈ നിലയിലായിരുന്നില്ല. ഇന്ത്യ അറ്റാക്ക് ചെയ്താൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ തക്ക മാനസിക കരുത്തുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് മാനസിക കരുത്തൂടെ ചോർന്നു പോയിരിക്കുന്നു. കാരണം നിരന്തരം പാക് സൈന്യത്തിനെതിരെ ബലൂചിസ്ഥാനിലടക്കം ആക്രമണം, ഡെയിലി 40 പേര് 30 പേര് ഇങ്ങനെയാണ് പാക് സൈന്യം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആന്തരികമായി ദുർബലപ്പെട്ടു. ഒപ്പം തന്നെ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി പലയിടത്തു നിന്നുമുള്ള ഫണ്ട് വരവ് പാകിസ്ഥാനിലേക്ക് നിർത്തുന്നതിന് ഒരു വലിയ പരിധിവരെ അത് ഇടയാക്കിയിട്ടുണ്ട്. പല രീതിയിലും ഇന്ത്യയാണ് അവരെ ഈ ഗ്രേ ലിസ്റ്റിലേക്ക് പെടുത്തുന്നത്. അത് ഈ ഹാഫിസ് സെയ്ദും ഒക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഐക്യരാഷ്ട്രസഭയിലൊക്കെ പോയി ആവശ്യപ്പെട്ട് പല രാജ്യങ്ങളെയും കണ്ട് അവരെ ഗ്രേ ലിസ്റ്റിലോട്ട് പെടുത്തുകൂടി അവർക്ക് വലിയ ഫണ്ട് വരവ് നിന്നു. ഒപ്പം തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യക്ക് അടുത്ത സൗഹൃദം വന്നപ്പോൾ സൗദി കണക്കുള്ള രാജ്യങ്ങൾ ഇനി ഞങ്ങൾ പണം നിങ്ങൾക്ക് നൽകില്ല പാകിസ്ഥാനോട് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് പണം ഞങ്ങൾ നൽകില്ല, നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങൾ പണിത് തരാം. ആശുപത്രി വേണോ ഞങ്ങൾ പണിത് തരാം, റോഡ് വേണോ പണിത് തരാം, എന്ത് പണിത് തരാം, പക്ഷെ പണം തരില്ല എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി തന്നെ ഇവരുടെ ആ ഫണ്ട് ഒഴുക്ക് നിന്നു. പിന്നെ വന്നത് ചൈനയാണ്. ചൈന മറ്റുള്ളവരെ കണക്ക് ഫണ്ട് ഒഴുക്കി വെറുതെ ഇരിക്കുന്ന രാജ്യമല്ല. അവർ ഫണ്ട് മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് മുതലാക്കിക്കൊണ്ടേ അവർ പോവുകയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയോടുകൂടി പാകിസ്ഥാനിലെ ബാക്കിയുള്ള ജനവിഭാഗങ്ങൾ കൂടി ഇവർക്കെതിരായി. ഇതിനിടയിലാണ് ഇമ്രാൻഖാനും ഇമ്രാൻഖാന്റെ പാർട്ടിയൊക്കെ അവിടെ നടത്തുന്ന പ്രതിഷേധവും പ്രക്ഷോഭവും. സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിലും, അതായത് അകത്ത് തന്നെ വലിയ വിഷയങ്ങളാണ്. അതായത് പൊതുവെ ദുർബലപ്പെട്ട് നിൽക്കും. ഇനി ഒരു തള്ളൂടെ മതി. ഒരുപക്ഷെ ഇന്ത്യ ധനുഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ ഹാഫിസ് സെയ്ദ് ആകണം. ദാവൂദ് അടക്കമുള്ള വില്ലന്മാർ അവിടെ ഉണ്ട്. കുറച്ചു നാൾക്ക് മുമ്പ് ഇന്ത്യ ഒരു ലിസ്റ്റ് പുറത്തു വിട്ടിരുന്നു. അതിൽ 27 മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസ് ഉണ്ട് ഇന്ത്യ തേടുന്ന. ആ 27 പേരും പാകിസ്ഥാനാണെന്നാണ് ഇന്ത്യ പറയുന്നത്. അതിൽ ഏറ്റവും നമ്പർ 1 ഈ ഹാഫിസ് സെയ്ദ് തന്നെയാണ്. 77 വയസ്സുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് മരിച്ചു എന്നൊക്കെ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് വാർത്ത കൊടുക്കാറുണ്ട്. വൃക്കരോഗമാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോഴും ആൾ സജീവമാണ്. ഒപ്പം തന്നെ ദാവൂദ് ഉണ്ട്. അപ്പം ഇവരെല്ലാം അടങ്ങുന്ന ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഒരു പക്ഷെ ആദ്യ അടി ഹാഫിസ് സെയ്ദിന് നൽകുകയാണെങ്കിൽ പിന്നെ ഇന്ത്യക്ക് വലുതായിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല എന്ന് തന്നെയാണ് ലോകം തന്നെ കരുതുന്നത്. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അത്രത്തോളം ശക്തമായി തന്നെ പല മേഖലയിലും കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ യുദ്ധത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം പാകിസ്ഥാനിലെ കാര്യം അവർ തന്നെ നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യമാണ് ഇവിടെ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനുള്ളിൽ പാകിസ്ഥാൻ ഭയക്കുന്നതും അത് തന്നെയാണ്. പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യ ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയ എഫക്ട് ചെയ്യില്ല. കാരണം പാകിസ്ഥാൻ ടെക്നിക്കൽ പരമായി അത് പാകിസ്ഥാന്റെ അല്ലത്. അവരുടെ ഹൈക്കോടതി, പാകിസ്ഥാൻ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇത് നമ്മുടെ പ്രദേശമല്ല, അതൊരു സ്വതന്ത്ര പ്രദേശമാണ്. അവർക്ക് സ്വതന്ത്രമായ ഒരു ഭരണഘടനയുണ്ട്, ഒരു ഭരണാധികാരി, അവിടെ പ്രധാനമന്ത്രി ആയിക്കൊണ്ട് BOK-യിൽ ഉണ്ട്. അപ്പം അവരുടെ കാര്യം നമുക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പാകിസ്ഥാന് വേണമെങ്കിൽ വെച്ചൊഴിഞ്ഞു പോകാം, ഞങ്ങളുടെ അല്ല, അത് അവർ കൊണ്ടുപോയി. പാകിസ്ഥാനികൾക്ക് വലിയ വിഷമം തോന്നത്തില്ല അതിനകത്ത്, കാരണം ഇപ്പോഴും ഇന്ത്യയുടെ പാകിസ്ഥാൻ ഭാഗമായിരുന്നു. വിചാരിക്കുന്നത് പാക് അധീന കശ്മീരിൽ ഇന്ത്യ ആക്രമിക്കുമെന്നാണ് പാകിസ്ഥാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സകല ഫുഡ് ട്രക്കുകളും അങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞു, സൈനികരെല്ലാം അങ്ങോട്ടേക്ക് നീങ്ങിക്കഴിഞ്ഞു, മദ്രസകൾ അടച്ചു പൂട്ടിക്കഴിഞ്ഞു, അവിടെയുള്ള സ്കൂളുകൾ അടച്ചു പൂട്ടി, അവിടെയുള്ള ഗ്രൗണ്ടുകളിൽ അവിടെയുള്ള സ്കൂൾ കുട്ടികൾക്ക് പാകിസ്ഥാൻ ട്രെയിനിങ് കൊടുക്കുകയാണ്. സ്ട്രക്ചറിൽ എങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകണം, ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ പാക് അധീന കശ്മീരാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നാണ് പാകിസ്ഥാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അബോട്ടാബാദിന്റെ കാര്യം പറഞ്ഞത്. കാരണം അമേരിക്ക അന്ന് അവിടെ നടത്തിയ ഓപ്പറേഷൻ ഒസാമ ബിൻ അത് സമാനമാണ്. കാരണം ഈ ഹാഫിസ് സയ്യിദിനെ ഞങ്ങൾക്ക് വേണം, തഹാവൂർ ആണെ പോലെ എന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് പാകിസ്ഥാനോട്. പക്ഷേ ഈ ഹാഫിസ് സയ്യിദിന് പുറത്തോട്ട് പോകാൻ സാധിക്കില്ല. അയാളെ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും പോലും വലിയ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇയാളെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു അഭിമാന പ്രശ്നമാണ്. കൂട്ടത്തിൽ ഈ ലഷ്കർ ഇ തൊയ്ബയും അവിടെയുള്ള സകല ഭീകരവാദ സംഘടനകളെയും വേരോടെ പിടിച്ചെടുക്കാനുള്ള നരേന്ദ്രമോദി പറഞ്ഞ വാക്കിൽ നിന്നാണ് ഞാനത് കോട്ട് ചെയ്യുന്നത്. കാരണം ഭീകരവാദികളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുമെന്ന് മോദി പറഞ്ഞത് കൊണ്ടാണ്. അതിനുള്ളൊരു സമയമാണോ ഇപ്പൊ എടുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ബില്ലാദിനെ അമേരിക്ക കൊല്ലുന്നതിന് ടൈം എടുത്ത് തന്നെ അവർ ചെയ്തത്. അവര് ഈ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അറ്റാക്കിന് ശേഷം അഫ്ഗാനിലെ പോയിട്ട് ഈ ലാദന്റെ ശക്തി നശിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയാണ് ഈ ബില്ലാദിനെ കൊല്ലുന്നത് എന്നാണ് പിന്നീട് പുറത്തു വന്നത്. അതിന് നല്ല രീതിയിൽ ഫണ്ട് ഒഴുക്കി അമേരിക്ക, കോടിക്കണക്കിന് രൂപ മുടക്കി പാകിസ്ഥാന് എക്സ്ട്രാ ഫണ്ട് കൊടുത്തു, പാക് സൈന്യത്തെ സ്വാധീനിച്ചു. ആ സ്വാധീനിച്ചിട്ടാണ് ഈളെ പൊക്കിയത് അവിടുന്ന്. അപ്പം ഈ ഇവിടുത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വിട്ടു, അതായത് അവിടുത്തെ മുൻ പട്ടാള മേധാവികളും ഒക്കെ തന്നെ പുറത്ത് വിട്ടിരിക്കുന്ന ഒരു കാര്യം, ഈ ധനുഷ് പറഞ്ഞ കണക്കില്ല, ഈ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനം ഇവർ തകർക്കും, ഇന്ത്യ തകർക്കും. ഒപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കും. അതുപോലെ തന്നെ ഇന്ത്യ നോട്ടമിട്ടിരിക്കുന്ന കുറെ മദ്രസകൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതൊന്നും ഈ പൂട്ടപ്പെട്ടതൊന്നും മദ്രസകളല്ല. കാരണം ഇത് ലോകത്തിന്റെ മുമ്പ് എനിക്ക് തോന്നുന്നു BBC തന്നെ അത്തരം വാർത്തകൾ ചെയ്തിട്ടുണ്ട്, അവിടുത്തെ മദ്രസകൾ കേന്ദ്രീകരിച്ചിട്ട് ഭീകരവാദത്തിന് ട്രെയിനിങ്ങും മറ്റൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതിന് മദ്രസകൾ നമുക്ക് പറയാൻ കഴിയില്ല, അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇതിൽ പലതും ഈ ഭീകരവാദികളുടെ ഒളിത്താവളങ്ങളോ ഇല്ലെങ്കിൽ അവരുടെ കേന്ദ്രങ്ങളോ ആണ്. അപ്പൊ സ്വാഭാവികമായി അതുകൊണ്ടാണ് അവർക്ക് അവധി കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യവുമുണ്ട്. പിന്നെ കറാച്ചി അവരുടെ ഒരു ലക്ഷ്യത്തിലേക്ക് ആണെന്ന് അവർ പറയുന്നു. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം, ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നു. കാരണം പാക് അധിനിവേശ കാശ്മീർ ആണെന്ന് അവർ കരുതുന്നിടത്ത് തന്നെ ഇന്നലെ ഫിറോസ്പൂർ, അതായത് പഞ്ചാബിൽ, അതിന്റെ അതിർത്തി ജില്ലയിൽ ഒരു മോക്ക് ഡ്രില്ല് നടക്കുകയുണ്ടായി. അതായത് ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡ്രില്ല്. അതായത് സാധാരണ വലിയ യുദ്ധങ്ങളും മറ്റും നടക്കുമ്പോൾ നമ്മളുടെ ഈ വൈദ്യുതി മൊത്തം വിച്ഛേദിക്കും. അതായത് എല്ലാ ലൈറ്റുകളും, റോഡിലൂടെ ഓടുന്ന വാഹനത്തിന്റെ പോലും ലൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്നലെ അത്തരത്തിലൊരു ഡ്രില്ല് നടക്കുകയുണ്ടായി പഞ്ചാബിൽ. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും പഞ്ചാബിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമോ, രാജസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ടാങ്കുകളൊക്കെ നീക്കിക്കൊണ്ട് വലിയ നീക്കം അവിടെ നടക്കുന്നു, ഗുജറാത്തിന്റെ തീരത്ത് നിന്ന് നാവികപ്പട നീങ്ങുന്നു. അപ്പൊ ഏത് ഭാഗത്ത് എവിടെയാണ് ഇന്ത്യ ചെയ്യുന്നത് എന്ന് ഒരു പിടുത്തവുമില്ല. അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ ഓരോ ദിവസം കഴിയും തോറും പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് മാത്രവുമല്ല, ഒപ്പം തന്നെ ഈ 4 ഭാഗം സൈന്യം വളയുന്നു. അതുകൂടാതെ തന്നെ പാകിസ്ഥാൻ ഉള്ളിലുള്ള പ്രശ്നം, അതിനിടയിൽ ഇറാനും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനും ഒക്കെ ആയിട്ടുള്ള നല്ല ബന്ധങ്ങൾ. ഇതിൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കും ആദ്യം വെടിപൊട്ടിക്കുന്നതെങ്കിലും ആ ഫിനിഷ് ചെയ്യുന്ന ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനും ബലൂചിസ്ഥാനും ഒക്കെ ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. അപ്പം ഈ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇത്തരത്തിലേക്ക് ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഈ ആളുകൾ എപ്പോഴും ഒന്ന് ചോദിക്കും, നിങ്ങൾ കുറെ ദിവസമായാലും ഇതൊക്കെ തുടങ്ങുന്നത്, എന്താ ഇത് ചെയ്യും? പക്ഷെ നമ്മുടെയൊക്കെ വീട്ടില് നമ്മുടെ ഇച്ചിരി മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ, അതായത് ഒരു 1971 സജീവമായിട്ടൊക്കെ ഉണ്ടായിരുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിന്റെ ബുദ്ധിമുട്ടെന്ന്. കാരണം ആ ഒരു രാജ്യം, അത് ഏത് ശക്തമായ രാജ്യമായാലും ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന ഒരു വലിയ കെടുതിയുണ്ട്. ഇപ്പം നമ്മൾ AC റൂമിൽ ഇരുന്നിട്ട് ഇന്ത്യ അടിക്കുമോ, ഇല്ലെങ്കിൽ ഇന്ത്യ എത്ര മിസൈൽ വിട്ടു, ഇല്ലെങ്കിൽ ഇന്ത്യ, ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഇരുന്നൊരു സുഖമാണ് ഇത് കേൾക്കാനും പറയാനും ഒക്കെ. പക്ഷെ അതിന്റെ ഒരു തിക്തഫലം ഈ രാജ്യത്തിന് അനുഭവിക്കേണ്ടതായി വരും. കാരണം ഇപ്പോൾ ഉള്ള പെട്രോളിന്റെ വില ഒരുപക്ഷെ ഒരു 130 120 ഒക്കെ ആയി മാറിക്കഴിഞ്ഞാൽ ഈ പറയുന്നവരൊക്കെ തന്നെ നേരെ തിരിച്ചു പറയും,
അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ വില വർദ്ധിച്ചാലും ഒക്കെ. കാരണം ഒരു യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന് അത് സാമ്പത്തികമായി ഞെരുക്കും. അതുകൊണ്ടാണ് ഒരു രാജ്യവും യുദ്ധത്തിന് പോകത്തില്ല. എങ്കിൽ പിന്നെ എല്ലാ രാജ്യത്തിനും യുദ്ധത്തിന് പോയാൽ പോരെ. പോകാത്തതിന്റെ ചൈന പോലും എന്തിനാണ് ഒരു വലിയ ഫൈറ്റിലേക്ക് എങ്ങനെയും പോകാത്തതിന്റെ കാരണം സാമ്പത്തികമായി വലിയ തിരിച്ചടി ഉണ്ടാകും, ഞെരുക്കം ഉണ്ടാകും സാമ്പത്തികം. കാരണം യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഈ ഗെയിം കാണുന്നത് പോലത്തെ ഒരു കാര്യമല്ല. അത് വലിയ പണച്ചിലവുള്ള കാര്യമാണ്. ഒരു മിസൈൽ വിക്ഷേപിക്കുന്നതിന് തന്നെ വലിയ പണച്ചിലവാണ്. അപ്പൊ അതും കൂടെ നമ്മൾ ആലോചിക്കണം. ഈ അടി കൊടുക്കേണ്ടത് നല്ല കാര്യമാണ്. അതൊരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും. കാരണം എന്താ പറയുന്നത്, ഒരുപക്ഷെ നമ്മുടെ പല യാത്രകളും മാറ്റി വെക്കേണ്ടതായി വരും. ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഈ രാജ്യത്ത് വരും. അതുപോലെ തന്നെ ഈ ഒരു സ്വാതന്ത്ര്യം ചിലപ്പോൾ നമുക്ക് പലയിടത്തും പോകാൻ ഒരുപക്ഷെ ഉണ്ടായില്ലെന്ന് വരും ഈ യുദ്ധ സമയങ്ങളിലൊക്കെ. അതോടൊപ്പം തന്നെ ഈ ഇതുപോലെ തന്നെ ഈ പെട്രോളിന്റെയും മറ്റും ഉദ്യോഗ സാധനങ്ങളുടെ ഒക്കെ വിലക്കയറ്റം, അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ കാണണം. ഈ പാകിസ്ഥാനെ ഇപ്പൊ ഹാഫിസ് സയ്യിദിനെ ഇന്ത്യ തൊട്ടു എന്ന് വെച്ചോ, ബിജുവേട്ടാ, അങ്ങനെ തൊടുമ്പോ പാകിസ്ഥാന് വലിയൊരു അഭിമാനക്ഷത ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോ ഇന്ത്യയുടെ പദ്ധതി, ഞാൻ ചോദിക്കുന്നത്, അവിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉണ്ട്, ടെഹ്രീക്ക് താലിബാൻ ഉണ്ട്, അവിടെ സിന്ധ് പ്രവിശ്യയിലെ പ്രൊട്ടസ്റ്റേഴ്സ് ഉണ്ട്, താലിബാൻ പോരാളികൾ ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നു അതിർത്തിയിൽ, ഇങ്ങനെയെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ ഒരു പദ്ധതി പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടതാണ്. അതായത് ഇന്ത്യയുടെ പദ്ധതി ഹാഫിസ് സയ്യിദിനെ നമ്മൾ തൊട്ട് നമ്മൾ ലഷ്കർ ഇ തൊയ്ബയെ 2-3 ദിവസം കൊണ്ട് അടിച്ച് മൊത്തം തകർത്ത് അവിടെയുള്ള ഭീകരവാദത്തെ വേരോടെ പിഴുതെടുക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഇന്ത്യ എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള മറ്റൊരു സാഹചര്യവും അവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം ഈ ഹാഫിസ് സയ്യിദിനെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ, എനിക്ക് ആദ്യം കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇയാൾക്ക് അവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, 67 സീറ്റിലെന്തോ അവിടെ മത്സരിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ആ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആൾക്കാർ തെരുവിലിറങ്ങി സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തും. അപ്പുറത്ത് ഇമ്രാൻഖാന്റെ പാർട്ടി എന്ന് പറയുന്നത്, ആ പാർട്ടി ഓൾറെഡി ഇപ്പൊ തെരുവിലാണ്, അവർ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നാട് മൊത്തം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവരുടെ പീക്കിലേക്ക് എത്തിക്കും ബലൂചിസ്ഥാനെ പുലർത്തിയെടുക്കാനുള്ള അവരുടെ ശ്രമം. തെഹ്രീക്ക് താലിബാൻ ഇവിടെ നടി തുടങ്ങും. പാക് ഓക്കുപ്പൈഡ് കശ്മീരിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടും. അങ്ങനെ ആഭ്യന്തര പ്രക്ഷോഭം അവിടെ പൊട്ടിപ്പുറപ്പെടുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്നുള്ളതാണ് പല ജേർണലിസ്റ്റുകളും പറയുന്നത്, പല നിരീക്ഷകരും പറയുന്നത്. അങ്ങനെ പൊട്ടിപ്പുറപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹാഫിസ് സയ്യിദിനെ തൊട്ട പാകിസ്ഥാനെ ഇന്ത്യയിലേക്ക് അടിക്കുക എന്നതിലുപരി ഇത് അടിച്ചമർത്തുക എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ഒരു പോയിന്റിലേക്ക് അവർ പോകുമെന്നാണ് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സാധ്യതകൾ കുറവാണ്. നമ്മൾ ഈ പറയുന്നത് പാകിസ്ഥാനെ അടിക്കും അണുബോംബിടും എന്ന് പറയുമ്പോൾ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ തിക്തഫലം വലുതായിരിക്കും എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ധനുഷ് ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത്. ഇന്ത്യ ഒരു തുടക്കം വിട്ട് കൊടുക്കുകയും ബാക്കി അവിടെയുള്ളവർ തന്നെ അത് കൈകാര്യം ചെയ്ത് തീർക്കുകയും ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇന്ത്യക്കെതിരെ അവർക്കൊരു വലിയ അറ്റാക്ക് നടത്താൻ ഇപ്പോൾ മാനസികമായിട്ടും സൈനികപരമായിട്ടും പാകിസ്ഥാൻ ഇപ്പോൾ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ആ ഒരു കരുത്തും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഇന്ത്യ പോലെ ശക്തമായ രാജ്യത്തിനെ ഒരു വലിയ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങുന്നു എന്ന് പറയുന്നതൊക്കെ, ചെറിയ ഒരു കാര്യം കൊടുത്തിട്ട് വലിയ രീതിയിൽ തിരിച്ചു വാങ്ങാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. ഒരു ഭരണാധികാരിയും സ്വന്തം ജനത്തിനെ കുരുതി കൊടുക്കാൻ തയ്യാറാകില്ല. മുമ്പ് ഡൊണാൾഡ് ട്രംപ് തന്നെ പാകിസ്ഥാനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ അഭിനന്ദ വർത്തമാനെ വിട്ടുകൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർ ചുട്ടു ചാമ്പലാക്കും. കാരണം വിവിധ ആയുധങ്ങൾ, ജൈവ രാസ അണുവായുധങ്ങൾ അടക്കം, അതായത് ഈ പാകിസ്ഥാൻ എപ്പോഴെങ്കിലും അണുവായുധം ഉപയോഗിക്കുക അങ്ങനെ ബുദ്ധിമോശം അവർ ചെയ്താൽ പിന്നെ ആ പാകിസ്ഥാനിലുള്ള രാജ്യം ഉണ്ടാവില്ല. അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്നതിൽ തന്നെ നമ്മളിപ്പോ പാകിസ്ഥാനിൽ നിന്നുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ് പാകിസ്ഥാനിലെ സൈന്യത്തിനകത്ത് തന്നെ വലിയൊരു വിഭാഗം ഈ നമ്മുടെ പഹൽഗാമിൽ നടന്ന ഭീകര പ്രവർത്തനത്തിനെ വിമർശിക്കുന്നുണ്ട്. അത് ചെയ്യരുതായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയുടെ ഇങ്ങനത്തെ ഒരു തിരിച്ചടി അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് വേണ്ടാത്തൊരു കാര്യമായി പോയി എന്ന് ISI തന്നെ പറഞ്ഞു. ISIക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. ഇത് മുനീറിന്റെ തലയിൽ ഉദിച്ച ആശയമായിരുന്നു. മുനീറും ചൈനയും തമ്മിലാണ് ഇതിനൊക്കെ പ്ലാനിങ് നടന്നത്. ഇപ്പൊ ചൈന എന്തായി, ചൈന അവരുടെ വഴിക്കങ്ങ് പോയി. പക്ഷെ ഇപ്പോൾ മുനീർ ഒറ്റപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അവരുടെ ഒരു വലിയ വിഭാഗം തന്നെ അതിന് തയ്യാർ. പിന്നെ ഇപ്പോൾ കയറിയിരിക്കുന്ന അവരുടെ സംയുക്ത സേനയുടെ അല്ലെങ്കിൽ ഉപദേഷ്ടാവ് എന്ന് പറയുന്ന വ്യക്തി ഒരു നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. കാരണം കുറച്ച് ഒരു എന്താ പറയുക, ഒരു മിതവാദി എന്ന് പറയാൻ കഴിയില്ല. മറ്റവരെ കണക്ക് ഒരു ബുദ്ധിമോശം കാണിക്കാതെ എല്ലാവരെയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, അതായത് മറ്റു രാജ്യങ്ങളെ കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ തയ്യാറുള്ള ഇതാണ്. ഒരുപക്ഷെ ഇന്ത്യ കയറി അടിക്കുന്ന ഒരു 3-4 ദിവസം പാകിസ്ഥാൻ ചെറിയ ഒരു എന്താണ് പ്രതിരോധത്തിലേക്ക് നീങ്ങുമായിരിക്കും. അല്ല അവരൊരു വലിയ ഇതിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. കാരണം അവർക്ക് ആര് ഫണ്ട് കൊടുക്കും? അതാണ് ഒരു വലിയ വിഷയം. അടിക്കാൻ ചൈന കൊടുക്കൂ? ഇല്ല, ചൈന ഈ പറയുന്നതേ ഉള്ളൂ. നമ്മൾ കരുതും ചൈന അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഈ പൈസയാണല്ലോ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ അവരുടെ ആയുധങ്ങളല്ലേ കൊടുക്കുന്നത്. ഇതിന് പണം ആര് കൊടുക്കും ചൈനയ്ക്ക്?
ചൈനയുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അവർ കൊടുക്കില്ല. അവരിപ്പൊ കൊടുത്തിരിക്കുന്നില്ല തന്നെ പൈസ കിട്ടിയിട്ടില്ല. 12 അന്തർവാഹിനികൾക്ക് പാകിസ്ഥാൻ ഓർഡർ കൊടുത്തിട്ട് ഒരെണ്ണം പോലും കൊടുത്തിട്ടില്ല. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഇതൊക്കെ പറച്ചിലേ ഉള്ളൂ, ഒന്നും കൊടുക്കില്ലെന്നുള്ള ഈ സപ്പോർട്ട് ചെയ്യില്ല. തുടക്കത്തിൽ എല്ലാവരും കാണും, ഒരു ആപത്തിലേക്ക് പോയാൽ കാണില്ല. ഇതിനേക്കാൾ ശക്തമായ ഒരു മുന്നണിയായിരുന്നു നാറ്റോ സഖ്യം. ആ പാവപ്പിടിച്ച ഉക്രൈൻ പോയി പെട്ട പിളല് കണ്ടില്ലേ? അതിനെ എല്ലാവരും കൂടെ തള്ളി യുദ്ധത്തിലേക്ക് വിട്ടിട്ട് ഇപ്പൊ എന്താ അതിന്റെ അവസ്ഥ? ആരുമാരില്ലാത്ത അവസ്ഥയായിപ്പോയി. അപ്പോഴാണ് ചൈന പൊതുവെ തന്നെ പറയാൻ ചതിയന്മാരാണെന്നാണ് പറയുന്നത്. ആ അവസ്ഥയിൽ നിൽക്കുന്ന അവർ എപ്പോ വലിഞ്ഞെന്ന് വെച്ചാൽ മതി. കാരണം ആരും ഒരു റിസ്ക് എടുക്കത്തില്ലെന്ന്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള സാമ്പത്തികം തന്നെ ഇപ്പോഴുള്ളത് കൊണ്ടാണ്. നമ്മളും ഒരു ദരിദ്രമായ അവസ്ഥയാണ്, നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യില്ല. അതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അതാണ് ഈ സാമ്പത്തികം വലിയൊരു ഇതാണ് ഈ എന്താ പറയുക ഒരു യുദ്ധത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അവിടെ എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ ഒരു വലിയ രീതിയിലേക്ക് വരും എന്നുള്ളത്. ചിലപ്പോൾ ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു തിരിച്ചടി മാത്രമാകും എന്നുള്ളതാണ് പ്രതീക്ഷ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.